13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചെന്ന് കരുതപ്പെടുന്ന മൈസൂർ ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ തൻ്റെ ആയുധപ്പുരയായി ഉപയോഗിച്ചിരുന്ന ഒരു ജെയിൻ ടെമ്പിളാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലത്തെന്ന് പറയുന്ന പേരാണ് ബാറ്ററി എന്ന്. ആ പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി ഉടലെടുത്തതും. നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി ജൈൻ ടെമ്പിൾ കാണാൻ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചു. കൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രാചീന ചരിത്രങ്ങളുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ജൈൻ ടെമ്പിൾ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണ് വരുന്നത്. ഇതൊക്കെ സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ ബാക്കി തന്നെയാണ്. ഇത് ഈ മെയിൻ റോഡ് തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഒരു വിമൽ ജ്യോതി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുണ്ട്. അതിനോട് ചാരിയിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. ആ നേരെ കാണുന്നതാണ് ജൈൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇൻഷാല്ലാ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇതിലൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പങ്കുവെച്ച് തരാം. ഇവിടെ നിന്നാണ് ജൈൻ ടെമ്പിളിൻ്റെ വഴി വരുന്നത്. നേരെ മെയിൻ റോഡിൽ നിന്ന് കയറാനുള്ള അധികം നടക്കാനുള്ള ദൂരം ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷിത പട്ടികയിൽപ്പെട്ട ഒരു ടെമ്പിളാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ ഇതാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല മനോഹരമായ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ നടക്കുന്ന പാത എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇരിപ്പിടങ്ങളുണ്ട് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ. അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത് കുറച്ച് കാമായിട്ട് ഫ്രീ ആയി ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു തരാം. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണ് ഇവിടെ ആയുധപുരയാക്കി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് തന്നെ വരുന്നതും. ഇപ്പോൾ ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ടാണുള്ളത്. സുൽത്താൻ ബത്തേരിയിലെ ജൈൻ ടെമ്പിൾ ഒരു കാലത്ത് ജൈന മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ ഭിത്തിയും തറയുമെല്ലാം കരിങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത തൂണുകളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ശില്പകലയിൽ ദ്രാവിഡ ശൈലിയുടെ സ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന്മേലുള്ള കൊത്തുപണികളും ചിത്രപ്പണികളും വളരെ മനോഹരമാണ്. ക്ഷേത്രത്തിന്റെ സ്തംഭങ്ങളിലും ഭിത്തികളിലുമൊക്കെയായി ജൈന തീർത്ഥാങ്കന്മാരുടെ ചിത്രങ്ങളും കൊത്തുപണികളും കാണാൻ സാധിക്കുന്നതാണ്. ഇത് ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിന് ഒരു ഉത്തമ ഉദാഹരണവും കൂടിയാണ്. ഒരുപാട് കാലം ഈ ക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഈ ക്ഷേത്രത്തിനകത്ത് ജൈനമതവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോ മറ്റോ ഒന്നും തന്നെയില്ല.
ഹിന്ദുമതം വളർന്നതോടുകൂടി ജൈനമതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു വരികയാണ് ചെയ്തത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് സാമൂഹിക പ്രവർത്തകരും ഒക്കെ ചേർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ കല്ലിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതൊക്കെ അവരുടെ ദൈവ സങ്കല്പങ്ങളായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ കാണുന്നതാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ കവാടമെന്ന് പറയുന്നത്. മുഴുവനായും മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചരിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ ചരിത്രാന്വേഷികൾ മാത്രമല്ല ഇവിടെ എത്തുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി കുറച്ചു നേരം ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഇടം കൂടിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജൈൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിലെ സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജൈൻ ടെമ്പിളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ. നിങ്ങളും ഇവിടെയൊക്കെ സന്ദർശിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. പിന്നെ ചരിത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് വയനാടിൻ്റെ സ്വന്തം കാടായിട്ടുള്ള മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ്. ധാരാളം വന്യമൃഗങ്ങളുള്ള ഒരു ഫോറസ്റ്റാണ് മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.